ടൈറ്റ് എഴുതാൻ വിട്ടുപോയി. പേന തെളിയാം. യെസ്, മിൽക്കും ഡാർക്ക് ചോക്ലേറ്റ് വേണം. ഓക്കെ, സോ നമുക്ക് മിക്സി തന്നെ ഒട്ടിച്ച് വയ്ക്കാം. ഗോയിങ് ടു മേക്ക് പേരിടാത്ത ഒരു കേക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ പഴം ഇങ്ങനെ ഒന്ന് ഉടച്ചുടച്ച് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല പഴുത്ത പഴമാണെങ്കിൽ അതായിരിക്കും നല്ലെന്ന് തോന്നുന്നു. അത്ര പഴുത്ത് കിട്ടാത്തതുകൊണ്ട് ഞാനത് പുഴുങ്ങിയിട്ടാണ് ഉടച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കുറച്ച് ഈന്തപ്പഴമാണ്. അത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. നെക്സ്റ്റ് ശർക്കര. നമ്മൾ പഞ്ചസാരയുടെ വിട പറഞ്ഞതിനാൽ ശർക്കരയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വീറ്റ് ഫ്ലോർ അത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ട അതൊന്ന് പൊട്ടിച്ചൊഴിക്കണം. ആൻഡ് ദെൻ നമ്മുടെ ബേക്കിംഗ് പൗഡർ കുറച്ച്, പിന്നെ കൊക്കോ പൗഡർ വേണം. പിന്നെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ചൂടാക്കിയത് ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടി കേട്ടോ. പിന്നെ പാല്. അങ്ങനെ ഇത്രയും ഐറ്റംസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. റെഡി, അപ്പൊ കാണാം. ബനാന നമ്മൾ ഏകദേശം ഒരു പേസ്റ്റ് ആക്കി. അടുത്തത് നമ്മുടെ ജാറിലേക്ക് ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും കൂടി വെള്ളം ഒഴിച്ച് വെച്ച് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതും പിന്നെ 2 മുട്ടയും കൂടെ പൊട്ടി വെച്ചിട്ട് ഇച്ചിരി എണ്ണയും കൂടെ അങ്ങ് ഒഴിക്കുക കേട്ടോ. ഓക്കെ, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. നമുക്കിനി വീറ്റ് ഫ്ലോർ കുറച്ചിട്ട് കൊടുക്കാം. എനിക്കിതിൻ്റെ കറക്റ്റ് കണക്കൊന്നും എനിക്ക് അറിയത്തില്ല, മതിയെന്ന് തോന്നുന്നു. ഇനി കുറച്ച് ബേക്കിംഗ് പൗഡർ കുറച്ച് മതിയായിരിക്കല്ലേ? ഓക്കെ, മതി. കുറച്ച് കൊക്കോ പൗഡർ. ഭയങ്കര കൈപ്പാട്ടോ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. എന്താ ശരിക്കും ചാടാത്തത്? ഓക്കെ, മതി. ഇനി നമ്മുടെ ശർക്കര മധുരയിലേക്ക് കുറച്ചുകൂടെ ഇട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ജാറിൽ അടിച്ചെടുത്ത ഈന്തപ്പഴം, അണ്ടിപ്പരിപ്പ്, മുട്ട, എണ്ണ ഒഴിച്ചായിരുന്നു ഇപ്പം നമ്മൾ. ഓക്കെ, അതൊഴിച്ചു. പാല്. ഇനി എല്ലാവരും കൂടെ മിക്സ്. കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അതൊന്ന് ജാറിലിട്ട് അടിച്ചെടുക്കാൻ പോകണേ, എന്നാലേ സെറ്റ് ആവുമെന്ന് തോന്നുന്നു. നമ്മുടെ പാനിലേക്ക് ഒഴിച്ച് സെറ്റാക്കി വെച്ചു. പിന്നെ നമുക്ക് ഓവനൊന്നും ഇല്ല, സോ നമ്മൾ ഈ പാനിനകത്താട്ടോ നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാനിന്റെ മുകളിലേക്ക് വെച്ചു. ദൈവം ഇത് സക്സസ് ആവുമോ ഇല്ലയോ എന്നെനിക്ക് ഒരു പിടിയില്ല. സ്റ്റവ് ഓണാക്കാം, അടച്ചു വെക്കാം. അപ്പോൾ ഒരു 20-30 മിനിറ്റ്സിനുള്ളിൽ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. അമ്മേ, എന്തായെന്ന് അറിയത്തില്ല, ഒരു പിടുത്തവും ഇല്ല. നമുക്ക് നോക്കാവേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുത്തി ഒന്ന് നോക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ കുത്തലാണ് അവിടെ കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ കണ്ടോ, ഇങ്ങനെയൊക്കെ ഇളക്കിയൊക്കെ പോകുന്നു. അപ്പോൾ അടിയൊക്കെ ആയെന്ന് തോന്നുന്നു. ഇനി കുത്തി നോക്കാം. ഇനി എന്തായാലും നമ്മൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് അതിൻ്റെ മേലെ കൂടെ ഒഴിക്കുന്നതുകൊണ്ട് ഇവിടെ ഇച്ചിരി കുത്തിയാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇവിടെ ആയിട്ടില്ല. ഇനി കുറച്ച് താഴെ ഗർത്തത്തിലേക്ക് പോകുമ്പോൾ അവിടെ ആയ പോലെ ഉണ്ട്. ഇതാണെങ്കിൽ ഇത് എത്ര നേരം ഇരുന്നാലൊന്നും മേലെ സെറ്റാവുമല്ലോ എനിക്കറിയാൻ പാടില്ല. അടച്ച് കുറച്ച് നേരം ഒരു 15 മിനിറ്റ് കൂടി വെച്ച് നോക്കാതെ അടിയൊക്കെ കരിഞ്ഞു ആവും. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു ഗൈസ്. ഫൈനലി നമ്മളൊരു 35 മിനിറ്റ്സ് നമ്മൾ വെച്ചായിരുന്നു കേട്ടോ. പക്ഷെ അത് ഹാർഡായില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുത്തി നോക്കിയ പാടൊക്കെ ഇതിലുണ്ട്. ഹാർഡായിട്ടില്ല, സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്. എന്തോ ഇത് കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇത് ചിലപ്പം വല്ല പാലോ എന്തെങ്കിലും കൂടിയതും ആയിരിക്കാം, പറയാൻ പറ്റത്തില്ല. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ സിറപ്പും പിന്നെ നമ്മുടെ ഒരു റഫിൽ ഒരു കോക്കനട്ട് ഫെറൈറോ ഒരു ചോക്ലേറ്റ് ഉണ്ട്, അതും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുത്തൊന്ന് മാർഗരേറ്റ് ചെയ്യാം. ഇതൊക്കെ ഇതിൻ്റെ കോക്കനട്ട് ആട്ടോ ചാടുന്ന ഒരു ഭംഗിക്കിരുന്നോട്ടെ പറഞ്ഞിട്ട് ആക്കി വന്ന ഒരു ഭംഗിയില്ലല്ലോ ദൈവമേ. ഇതൊക്കെ എടുത്തൊന്നുകൂടി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അത് ഡെക്കറേറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് അങ്ങ് ഒഴിക്കാം. വാ, അത് കൊള്ളാട്ടോ. അങ്ങോട്ട് ചാടട്ടെ, അങ്ങോട്ട് ഈ മൂലയിൽ കൂടെ ഒഴിക്കാം. അതാകുമ്പം അതിൻ്റെ ഷേപ്പ് കറക്റ്റ് അറിയത്തില്ലല്ലോ. ഇങ്ങനെ അങ്ങോട്ട് ചാടിക്കോട്ടെ. വാ, സോ ബ്യൂട്ടിഫുൾ. ഇത്രയും മതിയോ? നോക്കൂ എങ്ങനെ ഉണ്ടാവും. എൻ്റെ ഗൈസ്, ഒരു രക്ഷയില്ല. ഈ ചോക്ലേറ്റ് അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ ലുക്ക് കണ്ടോ, അങ്ങ് മാറി, ആളങ്ങാകെ മാറി.
എനിക്ക് വയ്യ. കണ്ടോ 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 കാക്കക്കുയിലേ. നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. നമ്മുടെ റൂം ഇസ് റെഡി. ഹാപ്പി ബർത്ത്ഡേ റൂം ഇസ് റെഡി. ഹാപ്പി ബർത്ത്ഡേ റൂം ഇസ് റെഡി. ആൻഡ് ഫൈനലി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ കേക്കും ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. സോ ദിസ് ഈസ് ബനാന ബ്രൗണി കേക്ക്. ഇപ്പൊ ഇട്ട പേരാണ്. എന്തായാലും ആളെ കാണാനൊക്കെ അടിപൊളിയാട്ടോ. ഇനി ടേസ്റ്റ് ചെയ്യണം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മളിപ്പോൾ വന്നതേ ഉള്ളൂ. ഇന്നലെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ ഇരിക്കുന്ന ബാക്കി കേക്കും കൂടി കഴിക്കണം എന്നുള്ളൊരു ആക്രാന്തത്തോടെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത്. സോ പിന്നെ ഇന്നലെ നമ്മൾ കാണിച്ചില്ലല്ലോ ഇതിന്റെ ടെക്സ്ചർ എങ്ങനെയുണ്ട്, ഹാർഡാണോ സോഫ്റ്റ് ആണോ ഒന്നും കാണിച്ചില്ലല്ലോ. ഇത്രേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. ഓക്കെ, സോ ലെറ്റ് മീ ഷോ ദിസ് ടു യു. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ആള്. ഓക്കെ, സോ ഇത് ആണ് നമ്മുടെ സുന്ദരനായ കേക്ക്. ഇത് കട്ട് ചെയ്യുമ്പം നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രീസറിൽ വെക്കണേ. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു 40 മിനിറ്റ്സ് സ്റ്റൗവിൽ വെച്ചിട്ട് എടുത്ത് കഴിയുമ്പം നമ്മൾ ചൂടാറിയിട്ട് ഫ്രീസറിൽ വെക്കണം. അപ്പോഴാണ് ഇതിന് ടെക്സ്ചർ ഒന്ന് സെറ്റ് ആവുന്നത്. നല്ല സോഫ്റ്റ്, വെരി സോഫ്റ്റ് ആണ്, അടിപൊളിയാണ്. നമ്മൾ വിജയിച്ചു എന്ന് തന്നെ പറയാം. ഓക്കെ, കട്ട് ചെയ്ത് ഒന്നുകൂടി കണ്ടോളൂ. സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ആൻഡ് കഴിക്കാൻ അതിലേറെ സോയം. ബെസ്റ്റ് വൺ. ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയുള്ളൂ, അതെന്തായാലും അടിപൊളി. ഫ്രീസറിൽ വെച്ചപ്പോഴാണ് അതിന്റെ ആ ഒരു ഉള്ളിലുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് സെറ്റായി വന്നത്. വെരി സോഫ്റ്റ്. എസ്പെഷ്യലി നമ്മുടെ പഴത്തിൻ്റെ ടേസ്റ്റ്, പിന്നെ ചോക്ലേറ്റ് സംഭവങ്ങളുടെ എല്ലാം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കിയോളൂ. ഒന്നും പേടിക്കാനില്ല, ഒക്കെ സെറ്റാവും. ഫ്രീസർ വെച്ച് കഴിയുമ്പോൾ എന്തായാലും സെറ്റാവും. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ്സിലിടൂ. ഓക്കെ, അപ്പം ബൈ ബൈ. കഴിച്ചോളൂ. ബൈ ബൈ.